പ്രണയത്തിനും സൗഹൃദത്തിനും പിന്നിൽ ചതിയുടെ ഒരു കഥ പറയാനുണ്ട്. കോഴിക്കോട് നിന്നൊരു സുഹൃത്തിനെ കാണാൻ ബംഗളൂരുവിലേക്ക് പോയ യുവാവ്. പക്ഷെ അവിടെ കാത്തിരുന്നത് സൗഹൃദമല്ല, ഒരു കെണിയായിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ, നഗ്നദൃശ്യങ്ങൾ പകർത്തൽ, 8 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെടൽ. പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ സംഭവത്തിന് പിന്നിൽ യുവാവിൻ്റെ പെൺസുഹൃത്തിനും പങ്കുണ്ടെന്ന സംശയമാണ് അതിലേറെ ഞെട്ടിപ്പിക്കുന്നത്. എന്നാൽ ഈ കേസിൽ ഇപ്പോഴും നിരവധി ദുരൂഹതകളുണ്ട്. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഹണി ട്രാപ്പാണോ, അതോ വ്യക്തിപരമായ വൈരാഗ്യമാണോ? കോഴിക്കോട് സ്വദേശിയായ 21-കാരനാണ് സാഹസികമായി തടങ്കലിൽ നിന്നും രക്ഷപ്പെട്ട് ചേവായൂർ പോലീസിൽ പരാതി നൽകിയത്. യുവതി ഉൾപ്പെടുന്ന 6-അംഗ സംഘത്തെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കഴിഞ്ഞ മെയ് 24-നാണ് കോഴിക്കോട് സ്വദേശിയായ 21-കാരൻ സുഹൃത്തിനെ കാണുന്നതിനായി ബാംഗ്ലൂരുവിൽ എത്തുന്നത്. സുഹൃത്തിനൊപ്പം ഫ്ളാറ്റിൽ താമസിക്കുകയായിരുന്ന യുവാവിനെ മറ്റൊരു സുഹൃത്ത് വിളിക്കുന്നുണ്ട് എന്ന് വിശ്വസിപ്പിച്ച് യുവതി ഉൾപ്പെടുന്ന 6-അംഗ സംഘം തന്ത്രപൂർവ്വം പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട് പയമ്പ്രയിലുള്ള ആളൊഴിഞ്ഞ സ്ഥലത്തെ രഹസ്യകേന്ദ്രത്തിൽ എത്തിച്ചായിരുന്നു തടങ്കലിലാക്കിയത്. രഹസ്യകേന്ദ്രത്തിൽ വെച്ച് ബലം പ്രയോഗിച്ച് യുവാവിന്റെ നഗ്നദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി. ഈ ദൃശ്യങ്ങൾ യുവാവിന്റെ അമ്മയുടെ ഫോണിലേക്ക് അയച്ചുകൊടുത്ത സംഘം മകനെ വിട്ടയക്കണമെങ്കിൽ 8 ലക്ഷം രൂപ നൽകണമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പണം തന്നില്ലെങ്കിൽ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. എന്നാൽ അക്രമികളുടെ കണ്ണുവെട്ടിച്ച് രഹസ്യകേന്ദ്രത്തിൽ നിന്നും സാഹസികമായി രക്ഷപ്പെട്ട യുവാവ് നാട്ടിലെത്തുകയും ചേവായൂർ പോലീസിൽ നേരിട്ടെത്തി പരാതി നൽകുകയുമായിരുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ക്രിമിനൽ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. സുഹൃത്തും പ്രതികളും സുഹൃത്തുക്കളാണ് എന്നും സൂചനയുണ്ട്. സംഘത്തിലുണ്ടായിരുന്ന യുവതി ഉൾപ്പെടെ 3 പേരെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പ്രതികളുടെ മൊബൈൽ ഫോൺ വിവരങ്ങളും ശാസ്ത്രീയ ഡിജിറ്റൽ തെളിവുകളും ശേഖരിച്ചു വരികയാണ്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതികളെ ഉടൻ തന്നെ വലയിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. യുവാവും പ്രതികളുമായി സാമ്പത്തികമായോ വ്യക്തിപരമായോ ഉള്ള ഇടപാടുകളുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.